വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഗുരുവായൂർക്ക് പോവാണ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സായിട്ടൻ മറ്റേത് ഫോൺ ചെയ്യണ കേട്ടു, ഗുരുവായൂര് വരേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. നമുക്ക് നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല, നമ്മൾ സ്വന്തക്കാരല്ല, അപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സായിൻ്റെ ഒപ്പം പോവാണ്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞ് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല, നമുക്ക് സമയമുണ്ടല്ലോ. സോ ഗൈസ്, കുഞ്ഞിനെ അവിടെ നുഴഞ്ഞു നോക്കുന്നുണ്ട്. അജോ ഡ്രസ്സൊന്നും ഇട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ നല്ല ക്ലൈമറ്റ് ആണ്, ഒരു മഴക്കോളൊക്കെ ഉണ്ട്. ഇന്നലെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ? ഇവിടെയൊക്കെ ചെറുങ്ങനെ അല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ മഴയൊക്കെ പെയ്തു. റോഡ് പണി നടക്കുന്ന കാരണം തന്നെ റോഡൊക്കെ നല്ല കുളമായിട്ടുണ്ട്. സോറി ട്ടോ, റോഡ് പണിയല്ല, ബൈക്കിന് വേണ്ടിയിട്ട് നമ്മുടെ റോഡൊക്കെ എന്താ ഉഴുതു മറിച്ചിരുന്നു. നമ്മളിപ്പോ പിന്നെ ഗൈസ് കുഞ്ഞിന്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്. കുഞ്ഞിന്റെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ ഉദ്ദേശിച്ചില്ല, പഠിക്കുകയാണെങ്കിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. കൃഷ്ണന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ എന്താ പറയാ അസിസ്റ്റന്റ് ഭയങ്കര ബിസി ആയത് കാരണം മൂപ്പരുടെ സമയത്ത് നോക്കിയിട്ട് വേണം എനിക്ക് എന്റെ ടൈം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അമ്മൂന് ശരിക്കും ഞങ്ങളൊന്നും അമ്മു ഇല്ലാതെ ഇറങ്ങണ എന്താന്നറിയില്ല, ഞങ്ങൾ എവിടെ പോവാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ അതല്ല ഗൈസ്, എനിക്ക് എക്സാം ആണ്, അപ്പോഴാണ് എന്നെ കൊണ്ടുപോവാത്തത്. പിന്നെ നാളേക്ക് എക്സാം ഇല്ല അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കുഞ്ഞമ്മക്ക് എന്താടാ? ഓ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. കുഞ്ഞിന് ഇവിടെ ഒരു മൂഡ് ഓഫ് ഒക്കെ ആയിട്ടിരിക്കുന്നു. ഇവർക്ക് വിശന്നപ്പോൾ നല്ല പനന്നൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കാറിലൊക്കെ ഇരുന്നു കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോ ഗുരുവായൂരിലാണുള്ളത്. അപ്പൊ ഗുരുവായൂർ എത്തി, ഇനി നമുക്ക് അമ്പലത്തിൽ പോകണം. അതിന്റെ മുന്നേ നമ്മൾ പറഞ്ഞല്ലോ സായിന്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പോ ആവശ്യം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോവാൻ. കുഞ്ഞവിടെ കളിച്ചോണ്ടിരിക്ക. കുഞ്ഞാ കുഞ്ഞാ ആരാണ്?
അപ്പോൾ ഗുരുവായൂർ ഉത്സവം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പരിപാടികൾ, കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരുവാതിരക്കളിയൊക്കെ കുറേ എന്താ പറയുക ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അവരുടെ വേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്റ്റേജുകൾ 3-4 സ്റ്റേജുകൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട മേൽപ്പത്തൂർ സ്റ്റേജിൽ കഥാപ്രസംഗമായിരുന്നു കേട്ടോ നടന്നിരുന്നത് ഞങ്ങൾ ചെന്ന സമയത്ത്. വേറെയും അതിൻ്റെ അടുത്ത് സ്റ്റേജുകളുണ്ട്. അത് കൂടാതെ സ്റ്റേജിലല്ലാതെയും പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും പറയാനില്ല. പക്ഷേ എന്നാലും നല്ല സുഖമായിട്ട് നമുക്ക് എന്താ പറയുക പരിപാടികൾ കാണാനും അതുപോലെ തന്നെ തൊഴാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഉത്സവത്തിൻ്റെ ടൈമിൽ അമ്പലത്തിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഈ കലവറ നിറയ്ക്കൽ എന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക ആ ഒരു കലവറ കാണാൻ തന്നെ ഭയങ്കര വലുത്, നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. കുറേ ആളുകൾ ഇരുന്നിട്ട് അത് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ ഊട്ടുപുരയൊക്കെ വലിയൊരു ഊട്ടുപുരയൊക്കെ ആയിരുന്നു കേട്ടോ. പറഞ്ഞല്ലോ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോന് നല്ല സുഖമായിട്ട് അവിടെ ഒറ്റയ്ക്ക് നടക്കുമായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു അവിടെ നടക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പേര് കുഞ്ഞിൻ്റെ ഒപ്പം നിന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ വന്നിട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കാണാനുള്ള പരിപാടികൾ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോൾ ഫുള്ള് എന്താ പറയുക അമ്പലം മൊത്തം ലൈറ്റ്സ് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോണതറിയില്ല. അപ്പോൾ സമയമുള്ളവരാണെങ്കിൽ എന്തായാലും ഉത്സവത്തിൻ്റെ സമയത്ത് ഒരു ദിവസം ഇവിടെ വന്നു പോകണം. പരിപാടികൾ കണ്ടിരുന്നാൽ തന്നെ സമയം പോണത് അറിയില്ല കേട്ടോ. കാരണം 3-4 സ്റ്റേജുകളിലായിട്ടാണ് അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തോക്കെടുത്ത കണ്ണനാണ്. ഇങ്ങോട്ട് നോക്കിയാ അമ്മേനെ നോക്കിയാ അയാൾക്ക് ഈ ചിത്രവുമായി ബന്ധമുള്ളത് നല്ലതാണ് എന്ന് തോന്നി. അതേ തോന്നലാണ് അയാൾ തോന്നിക്കുന്നത്. ഇനി അടുത്തത് രംഗരാജാവിന്റെ ഊഴമാണ്, ഞങ്ങളുടെ ഊഴമാണ്.
മതിയോ? വൈകുന്നേരം ശരിക്കും കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ലൈറ്റുകൾ കൊണ്ടും ദീപങ്ങൾ കൊണ്ടും മൊത്തം അലങ്കരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് കുറച്ച് തിരക്കൊക്കെ ആയി വന്നു. കഥയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആളുകൾ ഓരോ ഘട്ടമായിട്ടാണ് അത് കളിച്ചിരുന്നത്. എൻ്റെ ഡ്രസ്സ് മാറിയിട്ട് അവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ സഡൻ ആയിട്ടുള്ളൊരു വരവായിരുന്നു. എന്തായാലും ഹാപ്പിയായി. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ടാറ്റ ബൈ, സീ യു.